ഹായ്, വെൽക്കം ബാക്ക് ന്യൂറാസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 2 രീതിയിൽ മോമോസ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടും ഒന്ന് ആവിയിൽ വെച്ചിട്ടുള്ളതുമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഫ്രൈ ചെയ്തതും ആവിയിൽ വെച്ചതും രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിനേക്കാളും നല്ല സോഫ്റ്റുള്ള മാവാക്കിയിട്ടാണ് നമ്മൾ കുഴക്കേണ്ടത്. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്കതിലേക്ക് അല്പം ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് അതിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് മോമോസ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 150 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മിക്സിയിൽ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കവും അല്പം മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് പച്ചമുളകും കൂടി ചേർക്കുക. സ്പൈസസ് ആയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന മോമോസിന് വേറൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി തന്നെ ചൂടായാൽ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിനായി അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. സവാള നന്നായി വഴന്നു വന്നാൽ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 150 ഗ്രാമോളം ഞാൻ ബീഫ് പുഴുങ്ങി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയും ബീഫും നന്നായി മിക്സ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ ചൂടാറാനായി മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മാവ് എടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ 4ആയി തന്നെ ഡിവൈഡ് ചെയ്തെടുക്കാം. നമുക്ക് ആ 4 എണ്ണത്തിനെയും ഓരോ ബോളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ കൈ പ്രസ് ചെയ്ത് ഉള്ളിലേക്കാക്കിയിട്ടാണ് ബോളാക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ബോളിനെയും പരത്തിയെടുക്കാം. വലുതായി പരത്തിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിതാ ഇതുപോലെ വലുതായി പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് നമുക്കതിനെ മുറിച്ചെടുക്കാം. ഞാൻ ആദ്യം മുറിച്ചപ്പോൾ ഒരു ചെറിയ മോമോസിനുള്ള ഇതാണ് ഉണ്ടായത്. പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ മോമോസ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ബോൾ ഞാൻ പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിക്കാനുള്ള മോമോസ് റെഡിയാക്കാം. ആദ്യം തന്നെ 1 സ്പൂണ് ഫില്ലിംഗ് ഇതിലേക്ക് ഫിൽ ചെയ്യുക. അതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സാരിയുടെ പ്ലീറ്റൊക്കെ എടുക്കില്ലേ, അതുപോലെ കൈ വെച്ചിട്ട് ചെറുതായി പ്ലീറ്റ് ആക്കിയിട്ട് എടുത്തെടുക്കുക. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം നടുവിലുള്ള ഭാഗം അകത്തൊരു കുഴി പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒരു കിഴി പോലെ കെട്ടിയെടുക്കുക. ബാക്കിയുള്ള മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിക്കായി ന്യൂറാസ് മാജിക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ. നമ്മൾ ഇതുപോലെ പ്ലേറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ആവിയിൽ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ മോമോസും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അപ്പച്ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാം. അടിയിലത്തെ വെള്ളം നന്നായി തിളച്ച് വന്നാലാണ് മോമോസ് ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടത്. ഓരോന്നും നിരത്തിയാണ് വെക്കേണ്ടത്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പാടില്ല, അന്നേരം നമുക്കത് അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട മോമോസാണ് റെഡിയാക്കേണ്ടത്. അതിനു വേണ്ടി നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആദ്യം ഫില്ലിങ് വെക്കുക, എന്നിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം സാരിയുടെ പ്ലീറ്റ് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കുക. നേരത്തെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മുഴുവൻ മോമോസും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. മുകൾ ഭാഗം ഇതുപോലെ കുഴിയെടുത്തിട്ട് ചുറ്റും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി തന്നെ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നാൽ നമുക്ക് ഈ മോമോസ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം സൈസ് തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. കാരണം മുകളിലുള്ള ആ ഭാഗം കുറച്ചൊരു കട്ടിയുള്ള ഭാഗമാണ്. അത് വെന്ത് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. അടിഭാഗം കരിഞ്ഞിട്ടും മേലെ ഭാഗം വേവാണ്ടും ആവാൻ സാധ്യതയുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ അപ്പച്ചെമ്പിൽ വെച്ചിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ അപ്പച്ചെമ്പിൽ നിന്നും മാറ്റിയെടുക്കാം. 10 മിനിറ്റാണ് ഞാനിതിനെ വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ കളറായിട്ട് ഞാൻ എണ്ണയിൽ നിന്നും മറ്റേ മോമോസിനെയും കൂടി മാറ്റിയിട്ടുണ്ട്. അത് വീഡിയോയിൽ മിസ്സായിപ്പോയതാണ്. അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ചതും ഫ്രൈ ചെയ്ത മോമോസും റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തൊരു നല്ല റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.